ഇത് കാഠ്മണ്ഡു മാളാണ്. ഇത് കാഠ്മണ്ഡുവിലെ ആദ്യത്തെ മോളാണ്. ഇതിൻ്റെ അടുത്തേക്കാണ് ഈ കാണുന്ന ധാരഹാര എന്നുള്ള ഏറ്റവും വലിയ സ്ട്രക്ചറാണ് നേപ്പാളിലെ. ഇന്ന് രത്നഗിരിക്ക് ചന്ദ്രഗിരിക്ക് പോവുകയാണ് രാവിലെ. ഈ ധാരഹാര എന്ന് പറഞ്ഞാൽ 22 നില ബിൽഡിങ്ങാണ്. അതിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ കുറച്ച് മുസ്ലിംസ് അവർ വലിയ ജാഥയൊക്കെയായിട്ട് പോകുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ വേറെ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടിരുന്നു, കുറേ ജെൻസി പിള്ളേരുടെ. അത് പിന്നീട് കത്തിപ്പടർന്ന് നേപ്പാളിലെ പൊളിറ്റീഷ്യൻസ് തന്നെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യിച്ചിട്ട് പുതിയ പ്രൈം മിനിസ്റ്റർക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പ്രൈം മിനിസ്റ്റർ സോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ധാരഹാര എന്ന് ചന്ദ്രഗിരിക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ധാരഹാര പിന്നെയും നമുക്ക് കാണാം. ഇത് 3 തവണ പോയതാണ്, റീകൺസ്ട്രക്ട് ചെയ്താണ്. ഇത് 3ാം തവണ റീകൺസ്ട്രക്ട് ചെയ്താണ് കാണുന്നത്. ഇത് അടുത്തിടയ്ക്ക് ശർമ്മ ഒലി എന്ന പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തതാണ്. ഇതൊരു എർത്ത് കേക്ക് റെസിഡൻ്റ് ആണ്. നേരത്തെ ഭീം സിംഗ് എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ് ഇത് പണിതത്. അത് എർത്ത് കേക്കിൽ 2015 എർത്ത് കേക്ക് 7.8 മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരുന്ന എർത്ത് കേക്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ്. കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മ്യൂസിയം, ഫൗണ്ടനും ഗാർഡനൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് കയറാം. എനിക്കവിടെ കയറണമെന്നുണ്ട്. ഞാൻ പിന്നെ തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറാമെന്ന് വെച്ചു. ഞാൻ ഈ പോണ വഴിക്കൊക്കെയാണ്, ഞങ്ങളുടെ ഓഫീസിൽ അടുത്തായിരുന്നു ഗോൾഡ് ചായ എന്നുള്ളൊരു വലിയൊരു കമ്പനിയാണ്, റിലയൻസ് പോലത്തെ. അപ്പോൾ അവിടുത്തെ ആ കമ്പനിയിലായിരുന്നു ഞാൻ കുറച്ച് കാലത്തേക്കൊക്കെ വർക്ക് ചെയ്തത്. ആ പോകുന്ന വഴി ഇതൊക്കെയാണ്. നേപ്പാൾ നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചന്ദ്രഗിരിയിലെത്തി. ചന്ദ്രഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ മൗണ്ടനാണ്. ഇവിടെ 2500 കൂടുതൽ മീറ്റർ ഉയരത്തുള്ളൊരു മൗണ്ടനാണ്. ഇവിടെ അതിരാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പോകുന്നതാണ് അഭികാമ്യം. ഞാനിത് രാവിലെ എത്തി. പറഞ്ഞ പോലെ തിരക്കുണ്ടായിരുന്നു. കാറിലാണ് പോയത്. ഒരു 500-600 ഇന്ത്യൻ റുപ്പീസ് തന്നെ കൊടുത്തിട്ടാണ് പോയത്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു കേബിൾ കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കേബിളിൽ പോകാം. പോയി കഴിഞ്ഞാൽ ഹിമാലയൻ റേഞ്ചസ് എല്ലാം കാണാൻ പറ്റും. നല്ല ക്ലിയർ കാലാവസ്ഥയാണ്. പിന്നെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റും ബാറൊക്കെ ഉണ്ട്. അത്രയ്ക്കേ ഉള്ളൂ ഇവിടെ. പക്ഷേ നല്ല രസമാണ്, ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇതെല്ലാം. അങ്ങനെ ഞാനിവിടെ എത്തി ഒന്ന് കയറാൻ പറ്റുമെന്ന് നോക്കി. ചന്ദ്രഗിരി ഹിൽസ് എത്തി. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്. അന്ന് ബൈക്കിലായിരുന്നു വന്നത്. ഇന്നിപ്പോൾ കാറിലാണ് വന്നത്. കാരണം ബസ് കിട്ടിയില്ല. ഇതിപ്പോൾ ഞാൻ വന്ന വഴി ആദ്യമായിട്ടാണ്. മറ്റേ അന്ന് ബൈക്കിൽ പോയത് വേറെ വഴിക്കായിരുന്നു. മുകളിലേക്കൊരു കാനനപ്പാതയുണ്ട്. ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വരെ പോകാം. പക്ഷേ ഭയങ്കര ദുഃഖം പിടിച്ചൊരു വഴിയാണ്. ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ അടിയിലേക്ക് കേബിൾ കാറിൽ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് പിന്നെയും മുകളിലേക്ക് കേബിൾ കാറിൽ പോയി പിന്നെ ബൈക്കിൽ അവിടെ നിന്ന് അതേ വഴിക്ക് തിരിച്ചു വരികയാണ് അന്ന് ചെയ്തത്. അത് ഇത്തിരി പാടായിരുന്നു. കാരണം നമുക്കൊക്കെ പറ്റും, പക്ഷേ കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞാൽ നടക്കില്ല. കാരണം നല്ല കയറ്റം കയറാൻ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബൈക്കിൽ പോയിട്ടൊരു കാറിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യും. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നടന്ന് കയറണം. കുറേ കല്ലിൻ്റെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് നടന്ന് കയറണമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അതും രസമായിരുന്നു. അത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയൊരു വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ ഞാൻ മനസ്സിലാക്കാം. എന്തായാലും ഇന്നിപ്പോൾ അടിയിൽ നിന്ന് ഈ വഴിക്ക് ആദ്യമായിട്ടാണ് നിൽക്കണേ. നമുക്ക് ഇവിടെ നിന്ന് കാഠ്മണ്ഡു എല്ലാം കാണാം, വാലി കാണാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞ പോലെ മുകളിൽ പോയിട്ട് ഞാൻ അന്ന് വന്നപ്പോൾ നല്ല രസമായിരുന്നു. ഇവിടെ നിന്ന് പോകാനും കുഴപ്പമില്ല. പക്ഷേ എനിക്കിവിടെ ഒരു പ്രശ്നം പറ്റിയ വെച്ചാൽ എൻ്റെ കയ്യിൽ നേപ്പാൾ റുപ്പീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള രൂപ കൊടുത്ത് പല പറഞ്ഞു ഇന്ത്യൻ റുപ്പീസ് എടുക്കില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ റുപ്പീസ് 500 എടുക്കില്ല, 100 എടുത്തേനെ. അപ്പോൾ 500 വന്നിട്ട് കാര്യം ഒരു പ്രശ്നം ഉണ്ടായി. അതായത് ഇന്ത്യൻ റുപ്പീസ് ഇവർ എടുക്കില്ല, ഇവർ നേപ്പാൾ റുപ്പീസ് തന്നെ ടിക്കറ്റ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും കീഴ്ക്കാർ കയറാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി 1 പ്രാവശ്യം കയറിയതാണ്. കാരണം എനിക്കിപ്പോൾ അത്ര കയറാനൊന്നുമില്ല. എന്തായാലും ചന്ദ്രഗിരിയിലെത്തി. അടിവശം എല്ലാം കണ്ടു. ഇതന്നെ എനിക്ക് മുകളിൽ പോയി കയ്യിലും കാണാനുള്ളത്. കാരണം ഞാൻ പോയിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കേബിൾ കാറിൽ പോവാം. കുറേ ഹൈറ്റിൽ ഇതെല്ലാം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ തൽക്കാലം ഇന്ത്യൻ റുപ്പീസ് ഇവർ എടുക്കാത്ത കാരണം തിരിച്ചു പോവുകയാണ്. ഇതിവിടുത്തെ ഒരു ബാറുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള കാഠ്മണ്ഡു വാലിയെ കാണുന്നത്. ദൂരെ ഹിമാലയസ് വരെ ക്ലിയർ ആണെങ്കിൽ കാണാൻ പറ്റും. കാഠ്മണ്ഡു വാലി ഇവിടെ നന്നായിട്ട് കാണാൻ പറ്റും. കേബിൾ കാറിൽ കുറച്ചും കൂടി ഉയർത്തി നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. വന്നാൽ ചന്ദ്രഗിരി പോകുന്നത് നല്ലതാണ്. നേപ്പാളീസിൽ പോലും ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. ഇതാണ് കേബിൾ കാർ പോകുന്ന സ്ഥലം. മുകളിലേക്ക് പോകും. പിന്നെ തിരിച്ച് ഞാനിവിടെ എത്തി. തിരിച്ച് ഞാൻ കാഠ്മണ്ഡുവിലെത്തി. എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ധാരഹാര കയറാൻ പറ്റുമെന്നൊന്ന് ശ്രമിച്ചു. പക്ഷേ അവിടെയും നിരാശയായിരുന്നു ഫലം. അവിടെയും ഇന്ത്യൻ റുപ്പീസ് അവരെടുക്കത്തില്ല. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരെടുക്കില്ല എന്ന് പറഞ്ഞാലും ഗൈഡിൻ്റെ ഉള്ളിൽ കിടന്ന് ചുമ്മാ ഉള്ളിലേക്കുള്ള എടുത്തു മാത്രമേ. ഇവിടെ നേപ്പാളി പൈസ ഇല്ലാത്ത കാരണം കയറാൻ പറ്റിയില്ല. ആ പുറത്തുനിന്ന് കാണാനുള്ള ഒരു സംഭവമേ ഉള്ളൂ. പിന്നെ മുകളിൽ കയറിയിട്ട് ഇപ്പം എന്നെ കാണാനാ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ മതിയെന്ന് വെച്ചു. കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമെന്ന് വേറെ അഭിപ്രായത്തിൽ പറയാം. ഇത് അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് നേപ്പാളിൽ. ഇതിന് തൊട്ടടുത്തായിട്ടുള്ള. പിന്നെ ഞാൻ നടന്നു പോയപ്പോൾ ഒരു ബിൽഡിംഗ് കണ്ടാണ് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഓവലായിട്ട് കോഴിമുട്ട പോലത്തെ. അങ്ങനെ ഇവിടെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. നല്ല ആർക്കിടെക്ട്സും ഈ കാഠ്മണ്ഡു വാലി തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പോയ ആ ഒരു റിസോർട്ട് അങ്ങനെയായിരുന്നല്ലോ, ഫോറസ്റ്റ് റിസോർട്ട് കാവ്യൊക്കെ തന്നെയായിരുന്നല്ലോ. ഇത് പോകുന്ന വഴിയാണ്. ഇവിടെ ന്യൂ റോഡ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ പോകുന്നത് ദർബാർ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ്. കാരണം ഇന്ന് ഇന്ദ്ര രഥയാത്ര തുടങ്ങിയാണ്. ഇത് രഥമാണ്.
ആൾക്കാർ ഇപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ ഇരട്ടി വരും വൈകുന്നേരം ആകുമ്പോഴേക്കും. തുടങ്ങാൻ പോണ സമയം ആവണേ ഉള്ളൂ, ഒരു ഉച്ച ആവുന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ഉള്ളിൽ കയറി എൻ്റെ ഹോട്ടലിലേക്ക് ഈ വഴിക്കാണ് പോകേണ്ടത്. ഈ വഴിക്ക് വേറെ വഴിക്കും പോകാം, പക്ഷേ ഇത് കാണാൻ വേണ്ടി തന്നെ ഈ വഴിക്ക് വന്നത്. ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. നേപ്പാളി പോലീസൊക്കെ വന്നിപ്പുണ്ട്. ഇന്ദ്ര രഥയാത്ര ഇന്ന് കഴിഞ്ഞ് നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മുടെ ആ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ ഇത് എഡിറ്റിംഗ് പിന്നെ ചെയ്യുന്നവരാണ് അത് പറഞ്ഞത്. ഇത്ര ആൾക്കാർ ഇതൊക്കെ നേവാർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. എല്ലാം ചെറുപ്പക്കാരാണ്. ഒരു 80% ചെറുപ്പക്കാർ തന്നെയാണ്. കാരണം അതിൽ സ്റ്റാമ്പേഡൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇവർക്കത് വലിയൊരു ഉത്സവം തന്നെയാണ് ഇതെല്ലാം. അതുകൊണ്ട് ഞാൻ പിന്നെ ചെറിയൊരു ഓട്ടോ പോലത്തെ പിടിച്ചിട്ട് എൻ്റെ പഴയ, ഞാൻ വേറെ സ്ഥലത്തും താമസിച്ചിട്ടുണ്ടായിരുന്നു കാഠ്മണ്ഡുവിൽ, അങ്ങോട്ടേക്കൊന്ന് ഓർമ്മ പുതുക്കാൻ, എല്ലാം ഓർമ്മ പുതുക്കാനാണല്ലോ, അങ്ങോട്ടേക്ക് പോയി. അത് ബാനേശ്വർ എന്ന സ്ഥലമാണ്. ബാനേശ്വർ എന്ന സിറ്റി നമുക്ക് വിശദമായിട്ട് നടന്ന് കാണാം. ഈ വഴിക്കടയൊക്കെ ഞാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയായിരുന്നു. ഈ ഒരു മെഡിക്കൽ ഷോപ്പൊക്കെ അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തരം മെഡിസിൻ പോലും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു 4-5 വർഷം മുമ്പ് നടന്ന സ്ഥലങ്ങളിലേക്ക് ഒന്നുകൂടെ പോകുമ്പോൾ ഉള്ള ആ ഒരു രസം, ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് രസമാണ്. ഈ പലചരക്കടയിൽ നിന്നൊക്കെ എത്രയോ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. ഇതൊക്കെ ബോയ്സ് ഹോസ്റ്റലാണ്. ബോയ്സ് ഹോസ്റ്റൽ അപ്പുറത്തും ഒരു ബോയ്സ് ഹോസ്റ്റലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടൊരു പലചരക്കടയുണ്ട്. പിന്നെ ഒരു ബിയർ വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ബിയർ പാർലറുണ്ട്. അങ്ങനെ ഈ ഒരു വഴി, ഒരു വാലി സ്കൂളൊക്കെ ഉണ്ട് ഈ പോകുന്ന വഴിക്ക്. അപ്പോൾ ഈ ഡെയിലി ഞാൻ ആ കുറച്ച് കാലഘട്ടത്തിൽ 1 മാസം 2 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ വാലി സ്കൂൾ എന്നുള്ള ആ സ്കൂളിൽ നിന്നുള്ള, ഇതാണ് ആ സ്കൂളിൽ നിന്നുള്ള രാവിലെ നേപ്പാളീസിൻ്റെ രാവിലത്തെ ജനഗണമന ഉണ്ടല്ലോ, അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ അവരുടെ രാവിലത്തെ ഒരു പാട്ടുണ്ട് അങ്ങനത്തെ, അതൊക്കെ ഞാൻ സ്ഥിരം കേൾക്കുമായിരുന്നു. അത് ഓൾഡായിരുന്നു ഞാൻ കേട്ടത്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പുതുക്കിയെന്ന് പറഞ്ഞിട്ട് വേറൊരു നാഷണൽ സോങ് ആക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ കേട്ടു. ഇതാണ് ഈ വാലി സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂള്. ഇതിവിടുത്തെ ഒരു ഫേമസ് സ്കൂളാണ്. തൊട്ടപ്പുറത്തൊരു ഗ്ലോബൽ കോളേജ് ഉണ്ട്. ആ ഗ്ലോബൽ കോളേജിലൊരു വിദ്യാർത്ഥി വെടിവെപ്പിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ തീയൊക്കെ ഇട്ടു, ജെൻസി വന്നിട്ട് തീയൊക്കെ ഇട്ട സംഭവം തൊട്ടടുത്താണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടുപോയ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ആ സമയത്തിന് മുമ്പേ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പച്ച സത്യം. ഈ പലചരക്കടയിൽ നിന്നും ഒക്കെ ഞാൻ ധാരാളം സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാറുണ്ട്. ഇതൊരു ബോയ്സ് ഹോസ്റ്റലാണ്. ഈ ഹോസ്റ്റലൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹോസ്റ്റലാണ്. നമ്മൾ നേപ്പാളിലെ ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞാലും അത്യാവശ്യം നീറ്റായ ഹോസ്റ്റൽ തന്നെയാണ്. അവിടെ ക്ലീൻനെസ്സൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. കുറച്ച് ദാരിദ്ര്യം പിടിച്ച രാജ്യമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോൾ ഇവരൊക്കെ കുറച്ചും കൂടെ പണക്കാരായവർ തോന്നുന്നു. കാരണം ഈ വഴിയെല്ലാം നന്നാക്കിയിട്ടുണ്ട്. ഇത് കുറച്ച് റിച്ചായ ഏരിയയാണ്. നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ റിച്ചായ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. ഇതൊരു ഹോസ്പിറ്റലാണ് അവിടുത്തെ. ഇത് ഫേമസ് ഹോസ്പിറ്റലാണ്. കോവിഡ് വന്ന സമയത്ത് ഇവിടെയൊക്കെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ആ സമയങ്ങളിൽ. എന്നാലും അവർ പ്രോപ്പർ കെയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ സഹായം കുറേ കിട്ടിയെങ്കിലും അവരെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഹോസ്റ്റൽ ബിൽഡിങ്ങാണ്. ഈ തെരുവോരം കൂടെ ഞാൻ കുറേ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പിന്നെ നടക്കുകയാണ്. അങ്ങനെ നടന്ന് പിന്നെയും നമ്മൾ ആ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി. ഈ ഹോസ്റ്റൽ സൈഡിൽ കൂടെ ഒരു സ്കൂള്, പിന്നെ ഈ പലചരക്ക് കട ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതാണ്. ഇതൊക്കെയാണ് ബാനേശ്വർ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ സ്ഥലം. ബാനേശ്വറിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ പാർലമെൻറ്റിലേക്കാണ് അവർ തീ വെച്ചത്. പാർലമെൻറ്റൊക്കെ അടുത്ത് തന്നെയാണ് വന്നത്. നടന്നുമുള്ള ദൂരമുള്ളൂ എല്ലാം. ഇവർക്കൊരു ലാളിത്യമുണ്ട്, മൊത്തത്തിൽ ഒരു വിനയമുണ്ട്. നമ്മുടെ ഒരു വടക്ക് നോർത്ത് ഇന്ത്യയിൽ പോയ ഒരു അനുഭവമാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയെക്കാളും ബ്യൂട്ടിഫുള്ളാണ്. ആൾക്കാരും കുറച്ചും കൂടെ സൗമ്യമായ മനസ്സുള്ള ആൾക്കാരാണ്. അതൊക്കെയാണ് വ്യത്യാസം. പിന്നെ എല്ലായിടത്തും ബിയർ കിട്ടും, ബാറുണ്ട്, അതിനൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവർക്കും കുഴപ്പമില്ല. ഈ ഒരു ഗോൾഡ് സ്റ്റാർ എന്നുള്ള ആ ഒരു ചെരുപ്പ് വിൽക്കുന്ന കടയാണ്. അവിടെയൊക്കെ 2-3 ചെരുപ്പ് വെച്ച് തുടങ്ങിയതാണ് അവരൊക്കെ എനിക്കറിയാം. അവരിപ്പോൾ അത് 2 കടയാക്കി മാറ്റി. കാരണം അതൊക്കെ വിപുലീകരിക്കപ്പെട്ടു. ഇതാണ് ചെറിയ ബാനേശ്വർ ടൗൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയയാണ്. പക്ഷെ ഇതൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബാഗൊന്ന് ശരിയാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെരുപ്പ് ഒത്തിരിയെടുത്ത് കയറി. അയാൾ ബാഗൊക്കെ എനിക്ക് ശരിയാക്കി തന്നു. കാരണം പോകുമ്പോൾ 2 സിബ് പോയിട്ടായിരുന്നു. ആ 2 സിബ് ശരിയാക്കി തന്നു. എന്നിട്ട് ഞാൻ തിരിച്ച് പിന്നെയും ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നടന്ന് തന്നെയാണ് പോണത്. പിറ്റേ ദിവസം അതിരാവിലെ ഒരു 3 മണി 4 മണിക്ക് ഞാൻ കാഠ്മണ്ഡു എയർപോർട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ നിന്ന് എനിക്കിനി ഫ്ലൈറ്റ് കയറി ഡൽഹി പോകണം. ഡൽഹിയിൽ നിന്ന് നേരെ കൊച്ചി പോകണം. ഇത് കാഠ്മണ്ഡുവിൽ നിന്ന് പോണ പോക്കാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് പ്ലെയിനിൽ കയറി പോകുന്ന വഴിക്ക് ഇങ്ങനെ സൈഡ് സീറ്റ് കിട്ടാൻ എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അവിടെ നിന്ന് ഇങ്ങനെ മേഘം നോക്കിയിരിക്കുക എന്നുള്ളതൊരു ഹോബിയായ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാഠ്മണ്ഡു പട്ടണമാണ് നമ്മൾ അടി കാണുന്നത്. രാവിലത്തെ ഒരു വ്യൂ ആണിത്.
ഈ പോകുന്ന പോക്കിൽ, അതായത് കാഠ്മണ്ഡുവിൽ നിന്ന് പോകുന്ന പോക്കിലുള്ള യാത്ര ഒരു ഭയങ്കര യാത്രയാണ്. ഇത് എയർ ഇന്ത്യയാണ്. എയർ ഇന്ത്യ പേടിച്ച് കയറിയെങ്കിലും എയർ ഇന്ത്യ ശരിക്കും ഇവർ ഇപ്പോൾ എനിക്ക് സൈഡ് സീറ്റിൻ്റെ കാരണം എന്ന് വെച്ചാൽ അധികം ആൾക്കാരില്ല. എയർ ഇന്ത്യ ഇപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. സൈഡ് സീറ്റൊക്കെ പെട്ടെന്ന് തരും, അവർ ഭക്ഷണവും തരും. അപ്പോൾ അവർ പറഞ്ഞു റൈറ്റ് സൈഡിൽ നിങ്ങൾ പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് ഹിമാലയം കാണാമെന്ന് പറഞ്ഞ പോലെ ഞാൻ പോയിപ്പോൾ റൈറ്റ് സൈഡിൽ ഹിമാലയം ഒരു സ്ട്രെച്ചാണ്. നമ്മൾ നേപ്പാളിൽ തുടങ്ങിയിട്ട് ഇന്ത്യ വരെയുണ്ട് ഹിമാലയ സ്ട്രെച്ച്. ഇതിൽ 9 കൊടുമുടികളുണ്ടെന്ന് കേട്ടോ, അതിലൊന്ന് മൗണ്ട് എവറസ്റ്റാണ്. ഇതൊക്കെ നമുക്ക് ഒരു അന്നപൂർണ്ണ ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ അത് വൈകിട്ട് വിളിച്ച് പറയും നമുക്ക് പോയാൽ കാണാമെന്ന് പറയും. സൈഡിൽ പോയിരുന്നാൽ കാണാമെന്ന് പറയും. അങ്ങനെ ഞാൻ പോയിരുന്ന എടുക്കുകയാണെങ്കിൽ കാണുന്നില്ല. അന്നപൂർണ്ണ കാണാം, അങ്ങനെ കാഞ്ചൻജംഗ കാണാം, മൗണ്ട് എവറസ്റ്റ്, അങ്ങനെ 8-9 പീക്സ് ഉണ്ടെന്ന് പറയും. അത് നമുക്ക് സുഖമായിട്ട് മുകളിലിരുന്ന് കാണാം. അപ്പോൾ എയർ ഇന്ത്യയിൽ ഞാൻ പറയുന്നു, എയർ ഇന്ത്യക്ക് അപകടങ്ങളുണ്ടായാലും ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഡൽഹി വരെ എയർ ഇന്ത്യയാണ്, ഡൽഹിയിൽ നിന്ന് കൊച്ചി വരെ എയർ ഇന്ത്യ തന്നെയാണ്. അവരുടെ ഹോസ്പിറ്റാലിറ്റി നല്ല രസമായിട്ടാണ് അവർ നമ്മളെ സ്വീകരിച്ചതും. കാരണം ഇനി അവിടെ ആളുകൾ വന്ന് കയറുക എന്നുള്ള അവരുടെ ആവശ്യമാണ്. അപ്പോൾ ടിക്കറ്റ് നിരക്കും മിതമായതാണ്, ആൾക്കാരും വളരെ കുറവാണ്. പിന്നെ ഫുഡ് ഒരു ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും പ്രൊവൈഡ്. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ പ്രീമിയം സീറ്റാണ് എനിക്ക് ചോദിക്കാണ്ട് തന്നെ തന്നത്, കാരണം ആൾക്കാരും കുറവാണ്. അങ്ങനെ അപ്പോൾ ഈ കാണുന്നതെല്ലാം ഹിമാലയൻ റേഞ്ചസ് ആണെന്ന് മനസ്സിലാക്കുക. ദൂരെ കാണുന്ന വെളുത്ത മേഘങ്ങളുടെ അടിയിലുള്ളതെല്ലാം ഹിമാലയൻ റേഞ്ചസ് ആണ്. ഇതിൽ 8-9 പീക്സ് ഉണ്ട്, എല്ലാം കാണാം. അങ്ങനെ നേപ്പാളിൽ നിന്ന് പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ക്ലിയർ സ്കൈ ആണെങ്കിൽ ഇതെല്ലാം കാണാം, അല്ലെങ്കിൽ ഭാഗ്യമില്ലൊന്നും കാണാൻ പറ്റില്ല. അങ്ങോട്ട് ഞാൻ പണ്ട് ദിവസം പോയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ആ ഭാഗ്യം കിട്ടി. അങ്ങനെ എനിക്ക് ഹിമാലയം അങ്ങോട്ട് പോയപ്പോൾ കാണാൻ പറ്റിയായിരുന്നു, ഡൽഹിയിൽ നിന്ന് പോയപ്പോൾ. ഇപ്രാവശ്യം ഡൽഹിയിൽ നിന്ന് പോയപ്പോൾ ഇരുട്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. തിരിച്ചു വരുന്നപ്പോൾ എനിക്ക് ഈ ഭാഗ്യം കിട്ടി. ഇതൊക്കെ ഓരോ ഭാഗ്യങ്ങളാണ്, പോകുന്ന വഴിക്ക് കിട്ടുവന്ന ഭാഗ്യങ്ങളാണ്. ഇതിൽ പല ആളുകളും എൻ്റെ പോലെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു, വീഡിയോ എടുക്കണ്ടായിരുന്നു. അവരിൽ എത്ര യൂട്യൂബേഴ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾ അനുഭവിച്ച് നിൽക്കേണ്ട ഒരു കാര്യമാണ്, അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ ഹെലികോപ്റ്റർ എടുത്തിട്ട് ഇതിൻ്റെ അടിക്കടയൊക്കെ പോകണം കാണാം. അതും ഒരു നല്ല രസമുള്ള പരിപാടിയാണ്. ഹെലികോപ്റ്ററിന് കുറച്ചും കൂടെ അപകടം പിടിച്ചായിരിക്കും. ഇത് നമ്മൾ വിമാനത്തിൽ പോകുമ്പോൾ അത്രയ്ക്ക് അപകടമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് കുറേ നിമിഷങ്ങൾ എനിക്ക് കിട്ടി. ഒരു 8-10 നിമിഷം എനിക്കിങ്ങനെ 10-20 മിനിറ്റെങ്കിലും എനിക്ക് ഹിമാലയം കാണാനുള്ള യോഗം കിട്ടിയിട്ടുണ്ട്. അതൊരു അപൂർവ കാഴ്ചയാണ്. കാരണം നേപ്പാളിൽ പോയിട്ട് ഹിമാലയം കണ്ടിട്ടില്ല, പിന്നെ പോയിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ ഹിമാലയം കാണാൻ വേണ്ടിയിട്ടാണ് നാഗർകോട്ട് വരെ പോയത്. അവിടെ ഞാൻ ഹിമാലയം കുറച്ചൊക്കെ അവിടെ ഇടയ്ക്കായിട്ട് കണ്ടെങ്കിലും ഇത്രയും ക്ലിയറായിട്ട് ഹിമാലയം കാണാൻ എനിക്ക് ഇപ്പോൾ മാത്രമേ പറ്റിയിട്ടുള്ളൂ ഈ പ്ലെയിൻ യാത്ര. അത് കാരണം ഈ പ്ലെയിൻ യാത്ര ഒരു അവിസ്മരണീയമായ ഒരു യാത്രയായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത്രയും ഉയരത്തിൽ നിന്ന് ഇത്രയും അടുത്ത്, ഇത്രയും താഴത്ത്, ഇത്രയും വെളുത്ത് ആ ഒരു ഹിമാലയത്തിൻ്റെ റേഞ്ച് കാണുന്ന വെച്ചാൽ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സുന്ദരമായ നിമിഷങ്ങളിൽ ചിലത് മാത്രം. അങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു മുഹൂർത്തമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊന്നും ഇതൊന്നും അനങ്ങുള്ള, പക്ഷേ പ്ലെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ നമ്മൾ ഇത്ര ഉയരത്തിലായിരുന്നാണ് നമുക്കങ്ങനെ തോന്നാത്തത്. ഇതാ ഇപ്പോൾ കാണാം, മേഘങ്ങളൊക്കെ പറന്നു വന്ന് കാണാം. സൈഡിൽ ആ ഹിമാലയത്തിൻ്റെ റേഞ്ച് ഇങ്ങനെ വരുന്നത് കാണാം. കുറച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് ഇറങ്ങുകയാണ്. ഡൽഹിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചി പോകാനുണ്ട്. പക്ഷേ ഈ ഹിമാലയത്തിൻ്റെ ഈ ഒരു ദൃശ്യം എത്രത്തോളം കാണാമെന്നോ അത്രത്തോളം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഈ ദൃശ്യങ്ങൾ വേണ്ടുവോളം ആസ്വദിക്കുക. ഇപ്പോൾ പിന്നെയും അടിയിൽ കടൽ പോലെ കിടക്കുന്ന വെളുത്ത മേഘങ്ങളെ കാണാൻ പറ്റും. ഇപ്പോൾ ഹിമാലയത്തെ ദൃശ്യം അധികം കാണാനില്ല, പക്ഷേ കൊടുമുടികൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഈ മേഘത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഡൽഹിയിൽ ഞാൻ എത്തി. ഇനി ഡൽഹിയിൽ നിന്ന് ഞാൻ പിന്നെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇനി ആ ഫ്ലൈറ്റ് കയറി പോണ ഒരു ദൃശ്യം കൂടെ കാണിക്കാമെന്ന് ഓർത്തു. തൽക്കാലം എനിക്കിതൊക്കെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫ്ലൈറ്റ് കയറി പോണ ആ ഒരു സമയമുണ്ടല്ലോ, അത് ഹൈറ്റിലേക്ക് പോണ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സമയമാണ് ആ സമയം. കാരണം പലർക്കും പേടിയാണ്, പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ കയറി പോകുന്നത്, ടേക്ക് ഓഫ്. പിന്നെ ലാൻഡിങ് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ലാൻഡിങ് ഇഷ്ടം എന്ന് വെച്ചാൽ സേഫായിട്ട് ലാൻഡ് ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ ഭാഗ്യത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ ടേക്ക് ഓഫിൻ്റെ സമയം നല്ല രസമായിട്ടാണ്. കാരണം നമുക്ക് ഭൂമിയിൽ നിന്ന് പയ്യെ പൊങ്ങിയിട്ട് ബിൽഡിങ്സൊക്കെ വളരെ ചെറിയതായിട്ട് മാറി പോകുന്നത് കാണുക എന്നുള്ള ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ കൊച്ചി എത്തിയപ്പോൾ ഇന്ന് ഫുള്ള് ക്ലിയറായ ദിവസമായിരുന്നു. കൊച്ചി എത്തിയപ്പോഴും ഇതുപോലെ കൊടുമുടികൾ കാണാമായിരുന്നു, സഹ്യപർവ്വതങ്ങൾ കാണാമായിരുന്നു. കാരണം വളരെ ക്ലിയറായിരുന്നു. അത്രയും ഹൈറ്റിൽ നിന്ന് പോലെ അടിയിൽ ചെറിയ ബിൽഡിംഗ് പോലെ കാണാമായിരുന്നു. അത്രയും ക്ലാരിറ്റിയിൽ ഞാൻ ഇതേവരെ യാത്രകളിൽ ഇത്രയും ക്ലാരിറ്റിയിൽ ആ ദിവസം മുഴുവൻ കിട്ടിയത് അപൂർവമായ ദിവസങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഇതിപ്പോൾ കൊച്ചിയിൽ സാധാരണ ഇത് കൊച്ചിയല്ല, ഇത് ഡൽഹിയിൽ നിന്ന് കയറുന്നതാണ്. ഡൽഹി പോലും ക്ലിയറാണ്. സാധാരണ ഡൽഹിയുടെ ആകാശങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ വലിയ പൊള്യൂട്ടഡായിട്ടുള്ള സ്ഥലമാണല്ലോ, ഹരിയാന അടുത്തുള്ള. അതൊന്നും ഇന്ന് ക്ലിയറായിരുന്നു. ഭാഗ്യത്തിൽ എന്തോ ക്ലാരിറ്റി ഉണ്ടായിരുന്നു.
അതുപോലെ കൊച്ചി ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കൊച്ചി ഇറങ്ങിയപ്പോൾ കുറേ സമയമെടുത്തു. കാരണം ഞങ്ങൾ ഇത്തിരി നേരത്തെ എത്തി. വിചാരിക്കുന്ന സമയത്തിനേക്കാളും നേരത്തെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യാൻ വന്നു. 2 മണിക്ക് തന്നെ ഞങ്ങൾ എത്തിയായിരുന്നു. കുറച്ച് നേരത്തെയാണ് ലാൻഡിങ് നടന്നത്. എന്തായാലും വളരെ നല്ല ഒരു യാത്രയായിരുന്നു ഇപ്രാവശ്യം നേപ്പാൾ പോയിട്ട് കിട്ടിയത്. പിന്നീടാണ് മനസ്സിലായത് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നത്. കാരണം ഞാൻ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് അവിടെ കലാപം തുടങ്ങിയായിരുന്നു. ഇപ്പോൾ സെറ്റിലായി, ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഇരിക്കുന്നു. അങ്ങനെ നേപ്പാളിൽ നല്ലൊരു വനിതാ പ്രധാനമന്ത്രി കിട്ടിയെന്ന് പറഞ്ഞു കേട്ടു. സോ നേപ്പാൾ നന്നായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. അതിൻ്റെ ചെറിയ ദൃശ്യങ്ങൾ കാണിക്കുകയാണ്. ക്ലാരിറ്റി ഉണ്ട് ഇപ്പോൾ. എനിക്കെല്ലാം കാണാം, ഈ വീഡിയോയിലെല്ലാം കാണാൻ പറ്റുമെന്ന് അറിയില്ല. അടിയിലേക്ക് നോക്കി നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കൊച്ചിയിലെത്തിയപ്പോൾ നമ്മുടെ വിമാനത്തിലേക്ക് കയറി വരുന്ന ലാഡർ അല്ലെങ്കിൽ ആ ഒരു സംഭവം, അതിൻ്റെ പേര് മറന്നുപോയി, എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്ന് ഞാൻ ആദ്യം